സുസ്മിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വീട്ടുപണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് സവോളയൊന്ന് തൊലി കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഞാനിത് ഇട്ട് വെക്കുകയാണ്. സവോള ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ തോല് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മുങ്ങി ഇവിടെ ഇരിക്കട്ടെ വെള്ളത്തിൽ. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അതിൻ്റെ അഴുക്കലയെല്ലാം കളഞ്ഞിട്ട് 2 ടിന്നുകളിലാക്കിയിട്ട് 2 അടുക്കളയിലായിട്ട് വെക്കും കേട്ടോ. ഇവിടെ ഗ്യാസ് ഇരിക്കുന്ന അടുപ്പുണ്ട്, അപ്പുറത്ത് ഒരു കൊച്ചടുപ്പുണ്ട് കേട്ടോ. അപ്പം മിക്കവാറും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. വിറകടുപ്പ് ഞാൻ കാണിക്കാറുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ ഈ 2 അടുക്കളയിലും ഇതുപോലെ ടിന്നുകളിലാക്കി സൂക്ഷിച്ചു വെക്കും. അപ്പം നമുക്ക് എളുപ്പമാണ്. എനിക്ക് കറിവേപ്പ് നിൽക്കുന്ന ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ടിന്നുകളിലാക്കിയിട്ട് അടച്ച് അങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് പണികളൊക്കെ. അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോഴെടുക്കാൻ പോകാനൊക്കെ പാടായിരിക്കും. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിതാ 2 ടിന്നുകളിലാക്കിയിട്ട് അതങ്ങ് റെഡിയാക്കാണ് കേട്ടോ. ഇതാ ഇത്ര കറിവേപ്പില ബാക്കി വന്നിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അത് വരുമ്പോൾ ഞാൻ അതിന് കൊടുക്കും കേട്ടോ. കുറച്ചും കൂടെ എടുത്തിട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കണം. ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാൻ കൊടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ജോലി അങ്ങനെ അത് തീർന്നു. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളി കൂടി ഒന്ന് പൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. ഞാൻ സാധാരണ 1/2 കിലോ ഒക്കെ വാങ്ങിയ ഒന്നിച്ചങ്ങ് പൊളിച്ച് വെക്കുന്ന കേട്ടോ പതിവ്. ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് വറുത്ത് വെക്കാനുണ്ടായിരുന്നു. ഇപ്പം ഈ മഴ സീസൺ ആയതുകൊണ്ട് എനിക്ക് മുളക് മേടിച്ച് പൊടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് വറുത്ത് പൊടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ മുളക് പൊടിയാണ് മേടിച്ചത്. മില്ലിൽ നിന്ന് മുളക് പൊടി വാങ്ങിട്ടോ. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കും ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേത് റെഡി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കറിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് വറുത്ത് അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഉരുളിയിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തെറിച്ച് വരികയൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പം ചീനച്ചട്ടി, വലിയ ചീനച്ചട്ടി ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതെന്താ അറിയോ, ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളിയിലാക്കിയത് കേട്ടോ. അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ സൗകര്യമുണ്ട്. അപ്പം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പം മല്ലിപ്പൊടി റെഡിയായി. ഇതിന് നമുക്ക് ഒരു പേപ്പറിലേക്ക് ഞാൻ കുടഞ്ഞിട്ട് വെക്കും കേട്ടോ, ചൂട് പോകാനായിട്ട്. അടുത്തത് മുളക് പൊടി. ഈ മുളക് പൊടി ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം ചൂടാക്കത്തില്ല, കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് മൂത്തത് പോരാന്നുണ്ടെങ്കിൽ കറിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ആ സമയത്ത് കടുക് വറക്കുമ്പോൾ അതിലിടുകയോ അല്ലെങ്കിൽ അരപ്പിൽ ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പം മുളക് പൊടി ഈ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ മുളകും മല്ലിയും വറുത്ത് പൊടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. പക്ഷേ ഈ മഴ അതുകൊണ്ട് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഈ പാത്രങ്ങളിലാണ് കേട്ടോ. ഈ സെറാമിക്കിൻ്റെ ഈ ഭരണികളിലാണ്. അപ്പോൾ അതിലേക്ക് തണുത്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് നിറച്ച് കൊടുക്കാണ്ട്, നിറയാൻ വേണ്ടിയില്ല. ഇതിനകത്തൊരു 2.5 കിലോ ഒക്കെ മല്ലിപ്പൊടി കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
ഇപ്പം ഇത് 1 കിലോ ഉള്ളായിരുന്നു, കുറച്ചേ ഞാൻ വാങ്ങിയുള്ളൂ. കാരണം നമുക്ക് ഇനിയും വെയിൽ വരുമ്പോഴത്തേക്കും വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അതവിടെ തീർന്നു. ഇനി നമുക്ക് മുളക് പൊടി ഇതുപോലെ തന്നെ ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേറൊരു ഭരണി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടി ഞാൻ ഇങ്ങനെ ഈ പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഭരണികളെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ക്ലിപ്പ് ഒന്ന് എടുത്ത് ഇട്ടതാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണെന്ന് അവരുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതിന് അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഭരണികളൊക്കെ കാണാനായിട്ട്, സെറാമിക്കിൻ്റെയും അല്ലാത്തതൊക്കെ. പിന്നെ ഇത് ഇങ്ങനെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ ക്ലിപ്പ് അവിടെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ സവോള ഞാനിവിടെ പൊളിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് ഞാനിത് സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അതിലേക്കാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇത് സവോള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പൊളിക്കുന്നതും ബോറടിക്കാതെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോഴും ഈ വെളുത്തുള്ളി പൊളിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ ഒന്ന് ഇത് ഈ വെളുത്തുള്ളി ഞാനുണ്ടല്ലോ പൊളിച്ചിട്ട് കഴുകാറില്ല കേട്ടോ. കാരണം കഴുകി കഴിഞ്ഞാൽ സ്വല്പം നനവുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് കിളിർക്കും പെട്ടെന്ന്. അതുകൊണ്ട് അത് കഴുകാറില്ല. ഇനി ഇപ്പം ഞാൻ ചെയ്തത് ഇത് പൊളിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തു കേട്ടോ. ഇനി ഞാനത് വേറെ ഇതുപോലൊരു കണ്ടെയ്നർ ഉണ്ട്, അതിലിട്ട് വയ്ക്കും ഞാൻ. ഇപ്പം സവോള ദാണ്ട് ഇതുപോലെ ഈ ഒരു സ്റ്റോറേജ് ബോക്സിലാക്കി അടച്ചു വെച്ചു കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. വെളുത്തുള്ളി ഞാൻ അത് കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ. ഇനി അടുത്ത് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. കുരുമുളക് പൊടി, ജീരകപ്പൊടി ഒക്കെ എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെയൊക്കെ അങ്ങ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെയുള്ള ജോലികൾ നമ്മൾ ചെയ്ത് വെക്കും, നമുക്ക് അടുക്കള പണികൾ വളരെ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതാണ് വീഡിയോ ആയിട്ടും ചെയ്യുന്നത് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് കണക്കിലെടുത്താണ് കേട്ടോ ഞാനിങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതാ ചെയ്യുന്നത് പെരുംജീരകമാണ്, വലിയ ജീരകം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കത്തേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ കുരുമുളകും അങ്ങനെ തന്നെ ചെറുതായിട്ട് ഒരു മിനിറ്റ് 1.5 മിനിറ്റിനകത്ത് ഞാൻ അത് ചൂടാക്കി എടുക്കാറുള്ളൂ. ഇത് ഈ വലിയ ജീരകം ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കി പൊടിക്കുന്നതാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ സ്റ്റൗവിൽ ഇങ്ങനെ ചെയ്യാറില്ല ഞാൻ. ഇപ്പം വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇതെല്ലാം ഇവിടെ റെഡിയായി. താങ്ക് യു.